നമസ്കാരം. ഒന്നായി നിന്നൈഹ രണ്ടെന്നു കണ്ടതിലുണ്ടായൊരിണ്ടൽവിധ എന്ന് ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തിലാകമാനം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് എപ്പോഴാണോ രണ്ടെന്ന് തോന്നിയത് അതാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അത് നമ്മൾക്ക് മാണ്ഡൂക്യ കാരികയിൽ എങ്ങനെയാണ് പദ്യം നമ്മൾക്കൊന്ന് നോക്കാം, മന്ത്രം നമ്മൾക്കൊന്ന് നോക്കാം. മനോദൃശ്യമിതം ദ്വൈതം. ഈ രണ്ട് എന്ന് പറയുന്നതെല്ലാം മനസ്സിൻ്റെ സൃഷ്ടിയാണ്. കിഞ്ചിത് സചരാചരം. ഈ ചരാചരങ്ങളും നമ്മൾക്ക് അത്, ഇത്, ഞാൻ, നീ, അവൻ, അവൾ ഇങ്ങനെ തോന്നാനുള്ള കാരണം എല്ലാം മനസ്സിൻ്റെ സൃഷ്ടിയാണ്. ഒന്ന് മാത്രമേ ഉള്ളൂ. മനസ്സോഹ്യമനീഭാവേ. മനസ്സ് ഇല്ലാതാക്കിയാൽ ദ്വൈതം നൈവോപലഭ്യതേ. ഈ ദ്വൈതം, ഈ രണ്ട് എന്നുള്ള ചിന്ത, ഈ ഭേദഭാവം ഇല്ലാതാവും. അതായത് മനസ്സിനെ നിശ്ചലമാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ആത്മബോധം അതിലെത്താൻ കഴിയും. അതിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നുമില്ല. ഈ പ്രപഞ്ചത്തിലാകമാനം തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാകും. അപ്പോൾ ചലിക്കുന്ന ഒന്നിന്, നിശ്ചലമായ ഒന്നിനെ അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒഴുകുന്ന നദിക്കൊരിക്കലും അതിൻ്റെ അടിത്തട്ട് എന്താണെന്ന് അറിയാൻ കഴിയില്ല. അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ മനസ്സെപ്പോഴും ചഞ്ചലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള നിശ്ചലതയെ അതിന് അനുഭവിച്ചറിയാൻ കഴിയില്ല. മനസ്സ് നിശ്ചലമായാൽ നമ്മൾ അതായി തീർന്നു, ആത്മബോധമായി തീർന്നു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം അപ്രത്യക്ഷമായി, എല്ലാ ഇന്ദ്രിയ അനുഭൂതികളും ഇല്ലാതായി. അപ്പോൾ ദ്വൈതമില്ല. ഈ സർവ പ്രപഞ്ചത്തിലാകമാനം തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതെല്ലാം ബ്രഹ്മം തന്നെ. വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന തിരമാലയും നുരയും പതയും കുമിളകളും എല്ലാം വെള്ളമാണെങ്കിൽ അതും ഇതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്ന്. പക്ഷേ ഇത് നമ്മൾ കാണാത്തതാണ്. ഒരു സബ്സ്ട്രാറ്റ് നമ്മൾക്ക് കാണാൻ കഴിയില്ല. ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ പിറകിലുള്ള അതിസൂക്ഷ്മമായ സബ്സ്ട്രാറ്റമാണ് ബ്രഹ്മം. അഗോചരമായ, അതെന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പോലും സാധ്യമല്ലാത്ത ബ്രഹ്മം, അത് മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. വേദാന്തത്തിൽ മുഴുവൻ ഉള്ള പ്രസ്താവ്യ വിഷയം അത് മാത്രമാണ്. ഓക്കെ, താങ്ക് യു.